ചൈനയുടെ സിൽക്ക് റോഡ് പ്രൊട്ടക്ഷൻ സ്ക്വാഡിന്റെ ക്യാപ്റ്റനായ ഹുവോ ആൻ തന്റെ രാജ്യത്തിന്റെ സമാധാനം കാക്കാൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു. എന്നാൽ ടീമിലെ ചിലരുടെ അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഹുവോ ആനെയും കൂട്ടരെയും നന്നാക്കാനുള്ള പണിക്ക് വൈൽഡ് ഗീസ് ഗേറ്റ് എന്ന തകർന്ന കോട്ടയിലേക്ക് അയച്ചു. അധികം വൈകാതെ ലുഷ്യസ് എന്ന റോമൻ സൈന്യാധിപനും അദ്ദേഹത്തിന്റെ വിശന്നു വലഞ്ഞ പടയാളികളും കോട്ടയിലെത്തി. ലുഷ്യസുമായി പോരാടിയ ഹുവോ ആൻ തളർന്നുപോയ റോമൻ പടയാളികൾക്ക് അഭയം നൽകാൻ തീരുമാനിച്ചു. അവർക്ക് മികച്ച എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് റോമൻ സൈന്യം കോട്ടയുടെ പുനർനിർമ്മാണത്തിൽ സഹായിച്ചു. പകരമായി ഹുവോ ആൻ തന്റെ ചില ആളുകളെ ലുഷ്യസിന്റെ ദൂതന്മാരെ സഹായിക്കാൻ അയച്ചു. താനും കുട്ടിയായ പ്യൂബ്ലിയസും ഓടിപ്പോവുകയാണെന്ന് ലുഷ്യസ് വെളിപ്പെടുത്തി. അധികാരം പിടിച്ചെടുക്കാനായി ലുഷ്യസിന്റെ സഹോദരൻ ടിബീരിയസ് ക്രാസസിനെ കൊലപ്പെടുത്തിയിരുന്നു. ടിബീരിയസ് സിൽക്ക് റോഡിന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ഹുവോ ആൻ അവനെ തടയാൻ സഹായിക്കാമെന്ന് ഉറപ്പു നൽകി. എന്നാൽ സഹായം തേടിപ്പോയ ഹുവോ ആനെ കാത്തിരുന്നത് തന്റെ ഭാര്യ ഷിയുക്കിങ്ങിനെ കൊലപ്പെടുത്താൻ വന്ന ഒറ്റുകാരനായ സ്വന്തം സൈനികനായിരുന്നു. ഹുവോ ആൻ രക്ഷിച്ചെങ്കിലും ഒരു അനാഥക്കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിൽ ഷിയുക്കിങ് മരണപ്പെട്ടു. കുട്ടികളെ സംരക്ഷിക്കാനുള്ള ചുമതല ഹുവോ ആനെ ഏൽപ്പിച്ച് അവൾ വിടവാങ്ങി. അതേസമയം ലുഷ്യസിനെ ടിബീരിയസ് പിടികൂടി പീഡിപ്പിച്ചു. ലുഷ്യസ് പിടിക്കപ്പെട്ടതറിഞ്ഞ ഹുവോ ആൻ കുറച്ച് വിശ്വസ്തരുമായി ചേർന്ന് അവരെ രക്ഷിക്കാൻ പുറപ്പെട്ടു. എന്നാൽ ലുഷ്യസ് തന്നെ കൊല്ലാൻ ഹുവോ ആനോട് അപേക്ഷിച്ചു. ഹുവോ ആൻ കടുത്ത വേദനയോടെ അത് ചെയ്തു. പിന്നീട് ഹുവോ ആന്റെ സൈന്യത്തിനൊപ്പം മറ്റ് നാടോടി ഗോത്രക്കാരും പാർത്ഥിയൻ സൈന്യവും ടിബീരിയസിനെതിരെ പോരാടാനെത്തി. കനത്ത യുദ്ധത്തിനൊടുവിൽ ഹുവോ ആൻ ടിബീരിയസിനെ ദ്വന്ദ്വയുദ്ധത്തിൽ കൊന്നു. യുദ്ധം അവസാനിച്ചു. ധീരതയ്ക്ക് സമ്മാനമായി ചൈനീസ് ചക്രവർത്തി റോമക്കാർക്ക് റഗം എന്നൊരു നൈനഗരം സ്ഥാപിക്കാൻ അനുമതി നൽകി. കാലങ്ങൾക്കുശേഷം സമാധാനത്തിനായി പോരാടിയവരുടെ കഥ പേറുന്ന ആ നഗരം പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയെങ്കിലും അതിന്റെ ശാന്തത തകർക്കാതെ അവർ അവിടെ തന്നെ വിട്ടു.